ബെല്ലടിക്കട്ടെ. വർമ്മ സാറേ, വസുന്ധരാമേ, മത്സരം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഒരു രുചിയൊന്ന് നോക്കാം. ശാരദാമ്മ രുചി നോക്കി വിധി അങ്ങ് പറഞ്ഞാ മതി. അയ്യോ, അങ്ങനെയല്ല. ഞാനല്ല ഫലം പറയാൻ പോകുന്നത്. നമ്മൾ എല്ലാരും ചേർന്ന വിജയിയെ കണ്ടുപിടിക്കാൻ പോകുന്നത്. മത്സരിച്ചവരും മറ്റുള്ളവരും എല്ലാവരും ചേർന്ന്. വിധിയിൽ ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പാടില്ല. അതിനാദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. വർമ്മ സാർ ആദ്യം അടുക്കളയിലേക്ക് പോവുക. എന്നിട്ട് ഇവര് 3 പേരും തയ്യാറാക്കിയ വിഭവം വർമ്മ സാർ ഇഷ്ടമുള്ള വേറെ 3 പാത്രങ്ങളിലേക്ക് ആക്കുക. ആ 3 പാത്രങ്ങൾക്കും വേറെ 3 നമ്പറുകൾ കൊടുക്കുക. അത് സാറിന് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഓരോ നമ്പറും ഏത് വ്യക്തിയുടെ ആണെന്ന് സാറിന് മാത്രമേ അറിയാൻ സാധിക്കൂ. സാറെന്നാ ചെന്നട്ടെ, ഇത് 3 പാത്രങ്ങളിലാക്കി കൊണ്ടുവരിക. അല്ല, വർമ്മ സാറിന് എല്ലാവർക്കും വിശ്വാസമാണ്. എന്നാ നിങ്ങള് ഈ പാത്രമായിട്ട് കിച്ചണിലേക്ക് ചെല്ല്. സാറ് ചെന്നാട്ടെ. ഈ 3 പാത്രങ്ങളിലും ഇവര് 3 പേരും തയ്യാറാക്കിയ വിഭവങ്ങളാണ്. പക്ഷേ ഓരോന്നും ഉണ്ടാക്കിയത് ആരാണെന്ന് വർമ്മ സാറിന് മാത്രമേ ഇപ്പൊ അറിയാൻ പറ്റൂ. ഒരേ തരം കറികളാണ്. അതുകൊണ്ട് തന്നെ ഐശ്വര്യയ്ക്കും ശ്യാമയ്ക്കും അമൃതയ്ക്കും അവർക്ക് പോലും അറിയില്ല അവരുടെ കറി ഏതാണെന്ന്. അയ്യോ, പെട്ടല്ലോ. എന്റേത് ഇതിലേതാണെന്ന് എങ്ങനെ അറിയും? എനിക്ക് അപ്പച്ചിക്കും പോലും അറിയാൻ പറ്റില്ലല്ലോ. ഇനി ഫലം വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. എല്ലാവരും 3 പാത്രത്തിലെയും കറികൾ രുചിച്ചു നോക്കുക. ഏത് പാത്രത്തിലെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ദാ ഈ പേപ്പറിൽ കുറിച്ചു വെക്കുക. ഇപ്പൊ അറിയാം. നമുക്ക് ഉടനെ തുടങ്ങാം അല്ലേ? അപ്പച്ചി ഇങ്ങ് വാ. അപ്പച്ചി, ഞാൻ വെച്ചത് ഏത് പാത്രത്തിലാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. ആ ശാരദാമ്മ ഇങ്ങനൊരു പണി തരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. മോള് രുചി കൂട്ടാൻ വേണ്ടി പ്രത്യേക ചേരുവയൊക്കെ ചേർത്തില്ലേ? ഏറ്റവും രുചി തോന്നുന്നതിന് ഞാനും ഒട്ടു കൊടുക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം വസുന്ധരാമ വരട്ടെ. എവിടെ? അപ്പച്ചി ഐശ്വര്യം കാണുന്നില്ലല്ലോ. ഇവരിതെവിടെ പോയി? അപ്പച്ചി, അപ്പച്ചി, എന്തോ അപ്പച്ചിക്ക് വന്നേ. വാ അപ്പച്ചി. ഇനി അപ്പച്ചി ഒന്ന് രുചിച്ചു നോക്കിയേ. കൈ തുടയ്ക്കാം.
ഇനി മത്സരിച്ചവരും രുചിച്ചു നോക്കണം. അവരുടെ അഭിപ്രായം ഇതിൽ എഴുതണം. അതും പ്രധാനമാണ്. വാ. വാ. നോക്ക്. ദാ. ഇനി ഐശ്വര്യടുത്ത് എങ്ങനെ സമ്മാനം അടിച്ചു? കണ്ടറിയാം. അപ്പൊ എല്ലാരും വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പം എന്റെ വോട്ടും കൂടി വേണം. അതുകൂടി കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആർക്കാണെന്ന് നോക്കാം. ഈ പാത്രത്തിലെ നമ്പർ എത്രയാ? ആ, ഇതിനാ ഞാൻ 1ാം സ്ഥാനം കൊടുക്കുന്നത്.
ഈ 3-ാം നമ്പർ പാത്രത്തിലെ ആളിന്. പക്ഷെ എന്റെ അഭിപ്രായം മാത്രം നോക്കണ്ട. ഭൂരിപക്ഷം കിട്ടിയത് ആർക്കാണെന്ന് നമുക്ക് നോക്കാം. അവരെ അംഗീകരിക്കാം. എല്ലാരും ഒന്ന് നോക്കിക്കാം. ഞാനും മൂന്നാ. ഞാനും മൂന്നാ. അപ്പൊ ഇതാണ് ഫലം. 3-ാം നമ്പറിന്റെ ആള് 100% വോട്ട് നേടിയിരിക്കുന്നു. ദേ, മത്സരിച്ച എതിരാളികൾ പോലും വോട്ട് ചെയ്തിരിക്കുക. 3 പേര് ഇങ്ങ് വന്നേ. വാ. ആരുടെ 3-ാം നമ്പർ? അച്ഛനെ ആളെ അറിയൂ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ ആരായിരിക്കും ഈ 3-ാം നമ്പർ കാര്യമെന്ന്? ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെ തോന്നാൻ കാരണം എന്താ മോളെ? അത്രയും ആത്മവിശ്വാസം ഉണ്ട് എനിക്ക്. ഈ മത്സരത്തിൽ ജയിച്ച് അടുത്ത മത്സരം നേടി ഞാനാ കമ്പനിയുടെ തലപ്പത്ത് വരാൻ പോകുന്നത്. വർമ്മ സാറ് പറയും ആരാണ് 3-ാം നമ്പറിന്റെ ഉടമയെന്ന്. ഞങ്ങൾക്കല്ലാതെ അറിയാൻ ആകാംക്ഷയുണ്ട്. ശരി, കൃഷ്ണ, 3-ാം നമ്പർ പാത്രത്തിലെ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ശ്യാമയാണ്. ശ്യാമ. ദാ, ശ്യാമയാണ് വിജയിച്ചിരിക്കുന്നത്. ഇതിലും മികച്ചൊരു വിജയം ലോകത്ത് എവിടെ ഉണ്ടായിട്ടുണ്ട്? എതിരാളികളായ ഐശ്വര്യ അമൃതയും പോലും ശ്യാമയ്ക്ക് വോട്ട് ചെയ്തിരിക്കുക. ഇന്നത്തെ കറിക്കൂട്ട് അതുണ്ടാക്കുന്ന ആളുടെ പേരിൽ വിപണിയിൽ ഇറക്കും. അങ്ങനെയല്ലേ സാറ് പറഞ്ഞത്? അപ്പോ ശ്യാമാസ് കറിക്കൂട്ട് പേരങ്ങനെ ആയല്ലോ സാറേ. ഗംഭീരം. ആ പേര് അംഗീകരിച്ചിരിക്കുന്നു. എന്തു പറയുന്നു? അപ്പൊ ഒരു കാര്യം കൂടി, കറിക്കൂട്ടുകളിലെ ഏറ്റവും മുന്നില് 3-ാം നമ്പറാ. ഇത് കഴിച്ചപ്പോ അത്ര നല്ലതല്ലാന്ന് തോന്നിയത് ഏത് നമ്പറാ? 2. എന്റെ പൊന്നോ, ആദ്യം രുചി തോന്നി, പക്ഷെ പിന്നൊരു ചോവയായിരുന്നു. സത്യം പറയാലോ, ആകെ ഒരുമാതിരി ഛർദിക്കാൻ വരുന്ന പോലെയായിരുന്നു. അത് ഐശ്വര്യ ഉണ്ടാക്കിയത്. ആ, ഓ, 2-ാം നമ്പർ പാത്രത്തിലെ കറിയില് ആഹാരത്തിന് ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത എന്തോ ഒരു കൂട്ട് ചേർത്തിട്ടുണ്ട്. ഈ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന ചേരുവയാ. വലിയ അസുഖങ്ങൾക്ക് വരെ കാരണമാവുന്ന ഒരു ചേരുവ. അയ്യോ, അത് ഇത്രയും കുഴപ്പം പിടിച്ചതായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരെന്ത് ചേർത്തെന്നാ? ദേ, എന്റെ മേലെ ഓരോ ആരോപണങ്ങൾ കെട്ടിവച്ചാലുണ്ടല്ലോ, ഞാൻ കുറെ നേരമായി ക്ഷമിച്ച് നിൽക്കുന്നു. പിള്ളേര് കളി പോലെ ഒരു മത്സരം, അതിലേ ഇവളെ ജയിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് എനിക്കെതിരെ ഓരോരോ ആരോപണങ്ങളായിട്ട് വന്നിരിക്കുക. സമ്മാനോ മെഡലോ ആർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്ക്, ഞാൻ പോവാ. മോളെ, ഒരു മിനിറ്റ്. ഒരു തെറ്റ് ചെയ്താൽ അറിയാതെ ചെയ്തതാണെങ്കിൽ ക്ഷമ ചോദിക്കണം, അറിഞ്ഞോണ്ടാണെങ്കിൽ ശിക്ഷ മേടിക്കണം. അറിയില്ലേ മൂക്കത്? എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലീസിനെ വിളിക്കാം. അയ്യോ, എന്താ? അല്ല, ഭക്ഷണത്തിൽ മായം ചേർത്തതിന് അതിന്റെ ശിക്ഷ മോക്കറിയാമോ? ഐശ്വര്യ, ഒരു മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി ഇത്രയും തരംതാണ രീതിയിൽ പെരുമാറാൻ പാടില്ലായിരുന്നു. ശാരദാമ്മേ, പോലീസിനെ വിളിക്കണം. ഏയ്,
കാര്യം എന്റെ ഭാര്യയൊക്കെ തന്നെയാ. പക്ഷെ ഞാൻ ഈ തെറ്റിന് കൂട്ടു നിൽക്കില്ല. ശാരദാമ്മ വേണ്ട. ഐശ്വര്യടത്തേക്ക് തെറ്റ് മനസ്സിലായിക്കോളും. ഐശ്വര്യ ഈ ജന്മത്തിലെ തെറ്റ് മനസ്സിലാക്കാൻ പോകുന്നില്ല. അമ്മേ, ഇന്ന് തന്നെ ഞങ്ങളുടെ പാചകം മോശമാക്കാൻ വേണ്ടി ഉപ്പുവെള്ളോ എടുത്തേ. എന്തൊക്കെ കെമിക്കലൊക്കെ ചേർത്തു. ദേ, ഈ അപ്പച്ചയും കൂട്ടിനുണ്ടായിരുന്നു. ഐശ്വര്യ, സത്യമാണോ ഈ കേട്ടത്? അപ്പച്ചി, നേരാണോ ഇത്? അപ്പച്ചി, കാര്യങ്ങൾ കൈവിട്ടു പോവാണല്ലോ. ഇനി തർക്കിക്കാൻ നിന്ന പണിയാവും. അറിയാതെ ചെയ്തു പോയതാ, ക്ഷമിക്കണം. ശാരദാമ്മ ക്ഷമിക്കണം. ഇതൊരു നല്ല മുഹൂർത്ത, മാപ്പ് കൊടുത്തേക്കാം. ഐശ്വര്യ, ഇനിമേൽ ഇത് ആവർത്തിക്കരുത്. മോളെ, അപ്പോൾ മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്യാമ വിജയിച്ചിരിക്കുന്നു. അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ അറിവിന്റെ മത്സരമാണ്. അതെന്നാണെന്നുള്ളത് പുറകെ അറിയിക്കാം. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നീക്കിവെച്ചാണ് ശാരദാമ്മ വന്നിരിക്കുന്നത്. വളരെ രസകരമായ വിധിയായിരുന്നു. അല്ലല്ല, ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. ഞങ്ങളുടെ ഒരു സന്തോഷമായി ശാരദാമ്മയ്ക്ക് ഒരു ജഡ്ജ്മെന്റ് ഫീസ് നൽകുക. ദാ, ഇത് വാങ്ങണം. ഞാൻ സന്തോഷപൂർവ്വം ഇത് വാങ്ങി. എനിക്ക് കാശിന് തീ പിടിച്ച ആവശ്യമുള്ള സമയ. പക്ഷെ എന്നേക്കാൾ കഷ്ടത അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ചുറ്റുപാടും. അവരിൽ ഒരാൾക്ക് എന്റെ പേരിൽ ഈ തുക നിങ്ങൾ നൽകണം. അല്ല, വസുന്ധര, ഇത് വാങ്ങണം. അപ്പോ ഞാൻ ഇറങ്ങുക. മോളെ, മോള് വലിയ ആളാകാൻ പോകുന്നു എന്നാ മനസ്സ് പറയുന്നത്. ഈ അമ്മയുടെ എല്ലാ ആശംസകളും മോൾക്ക് നേരുന്നു. ഈശ്വരൻ കാക്കട്ടെ. നന്നായി വരും. അപ്പൊ എല്ലാവർക്കും പോയിട്ട് വരാം. ശരി. സന്തോഷം ശാരദാമ്മേ. ദാ, പേഴ്സ്. ശരി മോനെ. ശരി.